നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഭാഷയിൽ ആ പിശാചിനെ അങ്ങ് തീർത്തു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത് തന്നെ ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞയെടുത്ത ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേൽ തന്നെ അങ്ങ് തീർത്തു. ഇറാൻ ജനതയ്ക്കിനി സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനങ്ങളായിരിക്കും മുന്നിൽ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ ആയത്തുള്ള അലി ഖമേനിക്ക് കഴിഞ്ഞില്ല. സ്വന്തം ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്തിയാൽ അവരെ നിഷ്ഠൂരം വധിച്ചിരുന്ന ആയത്തുള്ള അലി ഖമേനിക്ക് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ. ഇറാനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട ഏകാധിപതിയായിരുന്നു ഖമേനി എന്ന അമേരിക്കൻ പ്രസിഡന്റ്. ഖമേനിയെ യോദ്ധാവെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചില മലയാള ചാനലുകൾ രംഗത്തെത്തി. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ നിഷ്ഠൂരമായി വധിക്കുമ്പോൾ ഈ ഖമേനി ധരിച്ചിരുന്നില്ലേ തന്റെ വിധിയും ഇതായിരിക്കുമെന്ന്? ഈ ചോദ്യങ്ങൾ ചിലർ ഉയർത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. മറുവശത്ത് തകർന്നു വീഴുന്നത് വലിയൊരു സാമ്രാജ്യം കൂടി. ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് ശേഷം ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നു. അതിക്രൂരമായ, ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മാരകമായ പ്രത്യാക്രമണം തങ്ങൾ നടത്തുമെന്ന് ഇറാന്റെ IRGC. 37 വർഷങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഭരിച്ച ഏകാധിപതി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രു. യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ ഖമേനിയെ തന്നെ വധിച്ചുകൊണ്ടാണ് തങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് നടത്തിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ട് ഏറ്റവും പുതിയ സ്ട്രൈക്ക് വേവ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. ഇറാൻ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധം ആരംഭിക്കുമ്പോൾ ഖമേനി തന്റെ ഓഫീസിൽ അത്യാവശ്യം ചില ഫയലുകൾ കൈകാര്യം ചെയ്യുകയായിരുന്നു ഖമേനി. അതിനിടയിൽ മകളെയും മരുമകളെയും തൻ്റെ ഓഫീസ് സമുച്ചയത്തിലേക്ക് വിളിപ്പിച്ചു വരുത്തി. യുദ്ധം തുടങ്ങിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന ആലോചനയായിരുന്നു ഖമേനി നടത്തിയത്. എന്നാൽ ഇസ്രയേലും ട്രംപും ഉന്നം വച്ച് തങ്ങളുടെ ബോംബ് വർഷിച്ചത് ഖമേനിയുടെ കൊട്ടാരത്തിന് നേർക്ക്. മിനിറ്റുകൾക്കുള്ളിൽ ഖമേനിയുടെ കൊട്ടാരം ചാരക്കൂമ്പാരമായി മാറി. അതിനിടയിൽ ഖമേനിയും മകളും മരുമകനും പേരക്കുട്ടിയുമൊക്കെ കൊല്ലപ്പെടുന്നു. ഖമേനി കൊല്ലപ്പെട്ടു എന്ന വിവരം ലോകത്തോട് വെളിപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ വാർത്താ ഏജൻസികൾ ഇത് സ്ഥിരീകരിച്ചു. നമ്മൾ അല്ലാഹുവിൻ്റേതാണ്, അവനിലേക്ക് മടങ്ങും. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണങ്ങൾക്കു പിന്നാലെ ഖമേനിയുടെ വളപ്പിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് ഖമേനി കൊല്ലപ്പെട്ട ഫോട്ടോകൾ നെതന്യാഹുവും ട്രംപും നേരിട്ട് കാണുന്നു. ഇതിനുശേഷമാണ് ട്രൂത്ത് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് കുറിച്ചത് പിശാച് തീർന്നു. ഏറ്റവും ക്രൂരനായ ഈവിൾ എന്നാണ് ട്രംപ് ഖമേനിയെ വിശേഷിപ്പിച്ചത്. അലി ഖമേനി കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ഇറാൻ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലേക്ക് കടന്നു. അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്നായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇറാൻ പറഞ്ഞതെങ്കിലും പിന്നീട് UAEയിലും ബഹ്റിനിലും കുവൈറ്റിലും ഖത്തറിലും അടക്കം ജനവാസ കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ട് രൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് ഇറാൻ തിരിഞ്ഞു. ഇറാൻ ജുഡീഷ്യറി IRGC മേധാവി പക്പൂരിൻ്റെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഷംഖാനിയുടെയും മരണം സ്ഥിരീകരിക്കുന്നു. 100 കണക്കിന് ഉദ്യോഗസ്ഥരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം ഇറാൻ ഭരിക്കാൻ ഒരു താൽക്കാലിക കൗൺസിൽ ഇപ്പോൾ രൂപീകരിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് കീഴിലാണ് കൗൺസിൽ. മിനിറ്റുകൾക്ക് മുൻപ് ടെഹ്റാനെ വിറപ്പിച്ചുകൊണ്ട് ഏറ്റവും പുതിയ ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ തുടക്കമിട്ടു. സ്ട്രൈക്ക് വേവ് എന്ന് പേരിട്ട ഏറ്റവും മാരകമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ തൊടുത്തിരിക്കുന്നത്. ഖമേനി മരിച്ചു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നതോടെ ഒരു യുഗം അവസാനിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടരായ ആളുകളിൽ ഒരാളാണ് ഖമേനി എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതുവരെ ആക്രമണങ്ങൾ തടസ്സമില്ലാതെ തുടരും. ശനിയാഴ്ച രാവിലെ തന്നെ ഖമേനിയുടെ കോമ്പൗണ്ടിൽ നടന്ന ഇസ്രയേലി ആക്രമണങ്ങളിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടത്. ഇക്കാര്യം
ഇസ്രായേലി ഉദ്യോഗസ്ഥർ പ്രാദേശിക മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 40 ദിവസ ദുഃഖാചരണം രാജ്യത്ത് പ്രഖ്യാപിച്ചു. ഖമേനിയുടെ മകൾ, പേരക്കുട്ടി, മരുമകൻ എന്നിവരുൾപ്പെടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഇറാനിലെ ഖമേനി അനുകൂലികളിൽ ഞെട്ടലുളവാക്കി. ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ഏറെ സുരക്ഷിതമെന്ന് കരുതിയ ഖമേനിയുടെ കൊട്ടാരമാണ് നിഷ്പ്രയാസം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തകർത്തെറിഞ്ഞത്. ഈ സ്വേച്ഛാധിപതി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് ട്രംപ് തീർത്തു പറഞ്ഞതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യവും കൊടുത്തു. അങ്ങനെ ഇസ്രയേൽ തുടങ്ങിയ ഓപ്പറേഷൻ റോറിംഗ് ലയൺ ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചുകൊണ്ടാണ് തങ്ങളുടെ വിജയഭേരി മുഴക്കുന്നത്. മറുവശത്ത് അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഖമേനിയെ വധിച്ചുകൊണ്ട് തങ്ങളുടെ വിജയം പ്രഖ്യാപിച്ചു. ആക്രമണത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇസ്രയേൽ അമേരിക്കയുമായി സഹകരിച്ച് ഖമേനിയുടെ വളപ്പിലേക്ക് ഏകദേശം 30 ബോംബുകളാണ് വർഷിച്ചത്. ഇറാനിയൻ നേതാവ് സ്ഥലത്ത് ബങ്കറിലായിരിക്കുമെന്നാണ് തുടക്കത്തിൽ അമേരിക്കയും ഇസ്രയേലും ധരിച്ചിരുന്നത്. എന്നാൽ പുറത്തേക്ക് ഓഫീസിലിരുന്ന് യുദ്ധത്തിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങുകയായിരുന്നു ഖമേനി. ബങ്കറിൽ ഒളിച്ചാലും US ബോംബുകൾക്ക് നിഷ്പ്രയാസം തുളച്ചു കയറാൻ കഴിയും എന്നാണ് അമേരിക്ക അവകാശവാദം ഉയർത്തുന്നത്. ഖമേനിക്ക് ഈ ഭൂമിയിലോ ബങ്കറുകൾക്കുള്ളിലോ സുരക്ഷിതമായ ഒരിടവും ബാക്കിയുണ്ടായിരുന്നില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ആക്രമണത്തിന് പിന്നാലെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടു. ഖമേനിയുടെ കൊട്ടാരം ഒരു ചാരക്കൂമ്പാരമായി കിടക്കുന്ന ഫോട്ടോകളാണ് പുറത്തു വന്നത്. ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഖമേനി ഷംഖാനിയുമായും സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയുമായും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഖമേനി വധിക്കപ്പെട്ടതോടെ ഭ്രാന്ത് പിടിച്ച നിലയിലായി പിന്നീട് ഇറാൻ. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളും സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നവരുമായ രാജ്യങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് പിന്നീട് ഇറാൻ നടത്തിയത്. എന്നാൽ ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കാൻ അമേരിക്കൻ ശക്തികൾക്ക് കഴിഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് രക്തസാക്ഷിത്വത്തിലെത്തി എന്ന ഇറാനിയൻ വാർത്താമാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാനെ ആര് ഇനി നയിക്കണമെന്ന് തനിക്കറിയാം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആക്രമണത്തിന് മുൻപ് അതിനുശേഷവുമുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഖമേനി കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഇസ്രയേലിനും അമേരിക്കയുടെ താവളങ്ങൾക്കുമെതിരെ അതിരൂക്ഷ ആക്രമണമാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സായുധ സേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് ഇറാൻ പറയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ സൈനിക നടപടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രഖ്യാപനം. ഇസ്രയേൽ പോർജെറ്റുകൾ ഇറാൻ വ്യോമമേഖല കീഴടക്കി മുന്നേറുന്ന കാഴ്ച ഒരു വശത്ത്, മറുവശത്ത് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയരുന്നു. ശനിയാഴ്ച നടന്ന ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഉപകരണങ്ങൾ, നാവിക ലക്ഷ്യങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും തുടർച്ചയായ ആക്രമണം നടത്തുന്നു. ആക്രമണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇസ്രയേൽ. അവർക്ക് വേണ്ട സാങ്കേതിക സംവിധാനങ്ങളും മറ്റ് രഹസ്യാന്വേഷണ വിവരങ്ങളുമൊക്കെ അമേരിക്ക കൈമാറുന്നു. ടെഹ്റാനിലെ ഖമേനിയുടെ ലോകപ്രശസ്തമായ കമാൻഡ് സെന്റർ ബോംബാക്രമണത്തിൽ തകർന്ന് തരിപ്പണം. ഒരു ദശാബ്ദത്തിലേറെക്കാലമായി ഖമേനിയുടെ മറ്റൊരു ഉന്നത സുരക്ഷാ സഹായിയായിരുന്ന അലി ഷംഖാനി കൊല്ലപ്പെട്ടത് ഇറാനെ ഞെട്ടിച്ചു കളഞ്ഞു. 2000 ആണ്ടിൽ കൊല്ലപ്പെട്ട IRGCയുടെ മുൻ കുപ്രസിദ്ധ തലവൻ കാസിം സുലൈമാനിക്ക് പകരം IRGC ഖുദ്സ് ഫോഴ്സിന്റെ തലവനായി ഇസ്മയിൽ ഖാനി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ഇസ്മയിൽ ഖാനിയും കൊല്ലപ്പെട്ടുവെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ. നിരവധി രഹസ്യാന്വേഷണ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഇറാന്റെ രാഷ്ട്രീയ സൈനിക തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയ ടെഹ്റാനിലെ നിരവധി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തി. പ്രിസിഷൻ അറ്റാക്കുകളാണ് ഇസ്രയേൽ അവലംബിച്ചത്. നേതാക്കൾ ഒത്തുകൂടുന്ന നിമിഷം കണ്ടെത്തുന്നതിനായി രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആക്രമണം പ്രതീക്ഷിച്ച് ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിൽ രാത്രിക്ക് പകരം രാവിലെ ആക്രമണം നടത്താൻ അപ്രതീക്ഷിത തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ഇസ്രയേൽ. ഇത് വലിയ നേട്ടമാണ് ഇസ്രയേലിന് സമ്മാനിച്ചിരിക്കുന്നത്.
ഓപ്പറേഷന് വേണ്ടി ലക്ഷ്യങ്ങൾ തയ്യാറാക്കാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ആയിരക്കണക്കിന് മണിക്കൂറുകൾ ചിലവഴിച്ചുവെന്നാണ് ഇപ്പോൾ വിശദീകരണങ്ങൾ വരുന്നത്. ഇറാനിൽ എത്ര കാലം വേണമെങ്കിലും ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് കഴിയും എന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇറാന്റെ കമാൻഡർമാരെയും നേതാക്കളെയും ട്രാക്ക് ചെയ്യുന്നതിൽ ഇസ്രയേൽ പൂർണ്ണമായി വിജയിച്ചു. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെ $95 ബില്യൺ സാമ്രാജ്യമാണ് തകർന്നു വീഴുന്നത്. 1989 അന്നത്തെ പരമോന്നത നേതാവ് ഖൊമേനി അന്തരിച്ചതിന് പിന്നാലെയായിരുന്നു ഖമേനിയുടെ സ്ഥാനാരോഹണം. ഇറാന്റെ സുപ്രധാന പദവിയിൽ ഖമേനി എത്തിയതിനു പിന്നാലെ ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ലോകത്തിൽ തന്നെ ഖമേനി മാറി. ഖമേനിക്ക് ഉന്നത പദവി നൽകുന്നതിനെ അന്ന് പല ഉന്നതരും എതിർത്തിരുന്നു. അവരെയൊക്കെ കൊന്നൊടുക്കുന്നതിൽ ആദ്യം ഖമേനി ശ്രദ്ധിച്ചു. പിന്നീട് നീണ്ട 37 വർഷക്കാലം ഖമേനിയുടെ ഏകാധിപത്യം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന് ഭരണത്തിൽ തന്ത്രപരമായ പ്രാധാന്യം, പരമോന്നത സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. IRGCയെ ഒപ്പം നിർത്തി ശത്രുക്കളെ വേട്ടയാടി. ഇറാന്റെ രാഷ്ട്രീയ, മതം, വ്യവസായം, അടിസ്ഥാന സൗകര്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളുടെ പൂർണ്ണ നിയന്ത്രണം അങ്ങനെ ഖമേനി കൈപ്പിടിയിലൊതുക്കി. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തന്റെ കാൽക്കീഴിലാക്കി. ഖമേനിക്ക് പകരക്കാരൻ മറ്റൊരാളില്ല എന്ന നിലയിലേക്ക് ഏകാധിപത്യം വളർന്നു. സമീപകാല കണക്കുകൾ പ്രകാരം ഏകദേശം 95 ബില്യൺ 9 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് ഖമേനിക്ക്. മകൻ മുജ്തബയ്ക്കാവട്ടെ വിദേശത്ത് 1000 കോടിയിൽ പരം രൂപയുടെ ആസ്തികൾ. ഒരു രാജ്യം സാമ്പത്തിക ദുസ്ഥിതിയിൽ നട്ടം തിരിയുമ്പോൾ ഭരണാധികാരി അഥവാ പരമോന്നത നേതാവ് ആഡംബര സമൃദ്ധിയിൽ ആറാടി. 1939 ഏപ്രിൽ 19 മഷ്ഹാദിലെ ഒരു വൈദിക കുടുംബത്തിൽ ജനിക്കുന്നു. മഷ്ഹാദിലും പിന്നീട് ഖോമിലും ഇസ്ലാമിക ദൈവശാസ്ത്രം പഠിച്ച ഖമേനി 1979 ഇസ്ലാമിക് വിപ്ലവത്തിൻ്റെ ശില്പിയായ റൂഹല്ല ഖുമൈനിയുടെ സ്വാധീനത്താൽ അദ്ദേഹം കൂടുതൽ ശക്തനായി മാറി. ഷാ മുഹമ്മദ് റസ്ല പഹ്ലവിക്കെതിരായ വിപ്ലവ പ്രസ്ഥാനത്തിൽ ഖമേനി സജീവ പങ്കുവഹിച്ചു. 1981 സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ നടന്ന ഇറാഖ് യുദ്ധത്തിൽ ഖമേനി ഇറാന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1989 ഖൊമേനിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനാര് എന്ന ചർച്ചകൾക്കിടയിൽ ഇറാനിലെ വിദഗ്ധരുടെ അസംബ്ലി ഖമേനിയെ തെരഞ്ഞെടുക്കുന്നു. കാലക്രമേണ അധികാരം തന്നിലേക്ക് ഏകീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സുപ്രീം ലീഡർ എന്ന നിലയിൽ ഖമേനി സായുധസേനയെ നയിക്കുകയും ജുഡീഷ്യറിയുടെയും സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിന്റെയും തലവന്മാരെ നിയോഗിക്കുകയും ചെയ്തു. വധശിക്ഷ വിധിക്കാനുള്ള അധികാരം വരെ തന്റെ കൈപ്പിടിയിലൊതുക്കി. ഇറാനിയൻ ആണവ പദ്ധതി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർണായകമായി സ്വാധീനിച്ചൊരു വിഷയമായി മാറി. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ജാഗ്രതയോടെയുള്ള നേതൃശൈലിയാണ് ഖമേനി എപ്പോഴും പിന്തുടർന്നത്. തന്റെ നിയന്ത്രണം നിലനിർത്താൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ അദ്ദേഹം വളരെ ശക്തമായി ഉപയോഗപ്പെടുത്തി. എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ ട്രംപിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഖമേനിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ച. ഇസ്രായേൽ കയറിക്കളിക്കുമ്പോൾ ഇറാൻ തളരുകയാണ് മറുവശത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.